ഈ മായാമോഹിനി ശരിക്കും പറഞ്ഞാൽ ബിജു മേനോൻ്റെ ഭാര്യയായിട്ടാണ് വരുന്നത്. ബിജുവിൻ്റെ ഭാര്യ അതുപോലെ തന്നെ ബാബുരാജിൻ്റെ കൂടെ ബാബുരാജിൻ്റെ കാമുകിയാണ്. വേറെ ആളും ഇതുപോലെ ലൈൻ വലിക്കുക എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. മറ്റു പലരും വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു മെയിൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ എങ്ങനെ ചിരിക്കാതിരിക്കുന്നതാണ് എൻ്റെ ടെൻഷൻ. കാരണം സിനിമ മൊത്തം പറഞ്ഞതൊരു നർമ്മത്തിലാണ്. ഒരുപാട് നർമ്മ സിറ്റുവേഷൻസ് ഉള്ള സിനിമയാണ്. എസ്പെഷ്യലി ദിലീപ് സ്ത്രീ വേഷത്തിലും ഞാൻ അവരുടെ ഭർത്താവായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. എനിക്ക് എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല. ഫിലിം കാണുന്നവർക്ക് മനസ്സിലാവും. ആസ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ സീനിൽ ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞറിയിക്കുന്നതിനൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യുന്ന വലിയൊരു ടെൻഷനാണ് ആക്ച്വലി. കാരണം നമുക്കറിയാവുന്ന ഒരാൾ, ഒരു പുരുഷൻ സ്ത്രീ വേഷത്തിൽ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയായിട്ട് പെർഫോം ചെയ്യുന്നു, ഞാൻ അവരുടെ ഭർത്താവായിട്ട് പെർഫോം ചെയ്യുന്നു. ഈ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഭയങ്കര കുഴപ്പം പിടിച്ചൊരു ഏരിയ ആണ്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നീ അവിടെ കയറി ട്രൈ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയടാ. ദിലീപിന്റെ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ആവേശൻമുഖിയിൽ കമലഹാസൻ ഒരു സ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും ഈ ദിലീപിന്റെ ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു സമയവും അതിൻ്റെ സാഹചര്യവും അതിൻ്റെ പല കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിലീപ് കഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ജനങ്ങളിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആവേശൻമുഖി എന്ന് പറയുന്ന സിനിമയിൽ കമലഹാസൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏതാനും കുറേ മണിക്കൂറുകളാണെങ്കിൽ ഇവിടെ ദിലീപ് കാലത്ത് 7 മണിക്ക് വരികയും മേക്കപ്പിന് വേണ്ടി ഇത്രയും സമയം ചെലവിടുകയും അതിനുശേഷം ഒരു 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ആ സെറ്റിൽ അദ്ദേഹം കഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ഒരു 4 മണിക്കൂറോളം മറ്റുണ്ട് എൻ്റെ മേക്കപ്പിന് മാത്രമായിട്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് ഇരിക്കാവുന്നൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അതായത് മാക്സിമം ഒരു 6 മണിക്കൂറുള്ളിൽ ദിലീപിന് ഇരിക്കാൻ പറ്റില്ല. കാരണം മേക്കപ്പും സാരിയും ഒരുപാട് കെട്ടുകളുള്ള ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 45-50 ദിവസത്തോളം ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. ഇതിൽ മോഹിനിയാട്ടം മുതൽ സ്വിമ്മിങ് സൂട്ടിൽ വരെ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചിന്തകൾ വന്നത് ഏകദേശം 30-31 തരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് റോഷൻ, പഴശ്ശിരാജ ചെയ്ത റോഷനാണ് ഇങ്ങനെ ചില കറക്ഷൻ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു റെഫറൻസ് തരികയും അതിനു വേണ്ടിയിട്ട് നമ്മൾ മുടിയൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. അത് മദ്രാസിലെ ഷാൻഡി രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്, അവർ വൈക്ലിഫ് കമ്പനിയിലൂടെ. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം, കാരണം നമ്മൾ എപ്പോഴും ഏതൊരാളും നമ്മൾ പെൺകുട്ടികളായിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുമ്പോൾ കൂടുതലും നമ്മൾ അപ്പർ ബോഡിയെ കുറിച്ചിട്ട് മാത്രമേ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഇത് ടോട്ടൽ ബോഡി, അതിൻ്റെ ഷേപ്പ്, ഫിഗറിനെ കുറിച്ചിട്ടൊക്കെ ബോധേഡായിട്ടാണ്. എൻ്റെ കോസ്റ്റ്യൂമർ സമീറ, അതവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന, എന്നെ സാരിയെ കുടിപ്പിച്ചത് മില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. പിന്നെ അതുപോലെ എൻ്റെ കൂടെയുള്ള ജോജോ, ദൊരെ, ഷാജി, പിന്നെ ഹെയർ സ്റ്റൈലിസ്റ്റ് ബാല. അപ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മ. അതുപോലെ റോഷൻ്റെ അസിസ്റ്റൻറ്റ് പ്രവീൺ, ഞങ്ങളൊരു 5-8 പേരാണ്. മായമോഹിനി പുറത്തിറങ്ങുമ്പോൾ ഈ 5-8 പേരും പുറകെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരവസ്ഥ. കാരണം അവർ നമ്മളറിയാതെ സാരിയമൊക്കെ കൈവച്ച് പോവും. ഒരു പെൺകുട്ടിയുടെ രീതിയിൽ സാരിയമ കൈവച്ച് വരുമ്പോൾ ഞൊറിയുമേ തൊടാൻ പാടില്ല, അവിടെ തൊടാൻ പാടില്ല. ഭയങ്കര നമുക്ക് തന്നെ സാരി കൊടുത്ത് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുക ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പുരുകം ത്രെഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ, സ്ത്രീകളൊക്കെ എത്ര വേദന എടുത്തിട്ടാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ സ്ത്രീകളോട് ഇത്തിരി ബഹുമാനം കൂടുതൽ കൂടിയിരിക്കുകയാണ്. ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ട്
ചിരിച്ച് ഷൂട്ട് ചെയ്ത പടം മേരിക്കുണ്ടു കുഞ്ഞാട്. അപ്പോൾ അതിനകത്ത് ബിജു ഞാൻ എന്തെങ്കിലും തമാശ കാണിച്ചാൽ അപ്പം ബിജു ചിരി കൊടുക്കും. അതുപോലെ ഈ സിനിമയിലും ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അല്ല, ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ചു പോയത് ബിജു ചായ കൊണ്ടുവന്ന് തന്നെ എന്നെ പിടിച്ചു വലിക്കുമ്പോൾ ഞാൻ ചാടുന്നുണ്ട്. ബിജുവിനോട് ഞാൻ പറഞ്ഞു ഒന്ന് വലിച്ചേക്കെന്ന് പറഞ്ഞു. പക്ഷേ ബിജുവും മറ്റുള്ള ആൾക്കാരും ഞാൻ പോലും വിചാരിച്ചില്ല അത്ര ഹൈറ്റിൽ അങ്ങനെ ജമ്പ് ചെയ്ത് വരുമെന്ന്. അത് ഞങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു. പക്ക ഒരു സ്ത്രീയായിട്ട് തന്നെ കൂടെ അഭിനയിക്കുമ്പോൾ എസ്പെഷ്യലി ഒരു ഹ്യൂമർ സബ്ജക്റ്റിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയകളുണ്ടായില്ല നമുക്ക് പറഞ്ഞു പോകാനും ചിരിക്കാനായിട്ട് ഒരുപാട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു കഥാപാത്രം, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ വിശ്വസിച്ച് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടർ. ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ മായാമോഹിനി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു വക്കീലാണ്. പക്ഷേ ഈ ഇതിനകത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബിജു മേനോൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒറ്റ സുഹൃത്താണ്. അവരുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ തുടക്കം. കാരണം ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ബാലകൃഷ്ണൻ്റെ പല കാര്യങ്ങൾക്കും വളരെ സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ അഡ്വക്കേറ്റ് ലക്ഷ്മി നാരായണൻ. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നു ചേരുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഈ മായാമോഹൻ. എൻ്റെ ഇത്രയും കാലത്തൊരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇത്രയും കാലത്തൊരു സിനിമാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് ലക്ഷ്മി നാരായണൻ. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിൻസിയറായിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ പല കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഒരാളാണ്. ഈ സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ മായാമോഹിനി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഒരു ലവറായിട്ട് വരുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം. വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സുഹൃബന്ധമൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാനുള്ളതിന് വളരെ ഗുണകരമായിട്ടുണ്ട്. ഒരു ഈഗോ ഇല്ലാത്ത പെരുമാറ്റങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് സ്കോർ ചെയ്യണം, അയക്ക് സ്കോർ ചെയ്യണം, അങ്ങനത്തെ ചിന്താഗതി ഇല്ലാത്ത കൂട്ടുകാരെ കിട്ടുക, വർക്കേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതിൽ ചില തമാശകൾ എനിക്ക് കാണുമ്പോൾ ചെയ്യാൻ തോന്നുക, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് ബാബുവായിക്ക് ചെയ്യാം അല്ലെങ്കിൽ ബിജുവിന് ചെയ്യാം. അവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, കാരണം ഞാൻ ചെയ്യുന്നത് അവർക്കേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഞങ്ങളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്.